കൊച്ചു ത്രേസ്യ, എൻ്റെ പപ്പായുടെ കൊച്ചു റാണി, ഈശോയുടെ ചെറുപുഷ്പം. 1873 ഫ്രാൻസിലാണ് ഞാൻ ജനിച്ചത്. എൻ്റെ പപ്പ മാർട്ടിൻ, എൻ്റെ മാമ സെളിഗരി, എനിക്ക് 4 ചേച്ചിമാരാണ് ഉള്ളത്. ഞങ്ങൾ 5 പേരും ഈശോയുടെ മണവാട്ടിമാരാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ മമ്മ മരിച്ചതോടെ ഞാൻ രോഗിയായെങ്കിലും പരിശുദ്ധ മാതാവിലൂടെ എനിക്ക് സൗഖ്യം ലഭിച്ചു. എല്ലാ പാപികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങ് പാപിയായ ഫ്രാൻസിനി മരിക്കുന്ന മുമ്പ് മനസാന്തരപ്പെട്ടു എന്നറിഞ്ഞ് ഞാൻ ഒത്തിരി സന്തോഷിച്ചു. ഈശോയുടെ മണവാട്ടിയായി കാർമലിത്ത മഠത്തിൽ ചേർന്നാൽ ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാൻ പറ്റുമെന്നും എനിക്ക് മനസ്സിലായി. പപ്പായുടെയും ചേച്ചിയുടെയും സമ്മതത്തോടെ മിത്രാനോടും പിന്നീട് ലിയോ മാർപ്പാപ്പയോടും അപേക്ഷിച്ചതിന്റെ ഫലമായി 15 വയസ്സിൽ എന്നെ കാർമലിത്ത മഠത്തിൽ സ്വീകരിച്ചു. കോർവനിൽ വച്ച് എനിക്കുണ്ടായ എല്ലാ ദുരിതങ്ങളും പാപികളുടെ മനസാന്തരത്തിനും മിഷണറീസിനും വേണ്ടിയാണ് ഞാൻ സമർപ്പിച്ചത്. ചെറിയ കാര്യങ്ങൾ സ്നേഹത്തോടെ ഈശോയ്ക്ക് വേണ്ടി ഞാൻ ചെയ്യുമായിരുന്നു. കടുത്ത TB രോഗിയായ ഞാൻ ഇതിലൂടെ ഈശോയുടെ അടുത്തേക്ക് വേഗം പോകാമെന്നും ഞാൻ സന്തോഷിച്ചു. മരണശേഷവും ഭൂമിയിൽ നന്മ ചെയ്യാൻ അനുഗ്രഹങ്ങളുടെ റോസാപ്പൂക്കൾ വർദ്ധിച്ചാൽ ഞാൻ ആഗ്രഹിച്ചു. 1897 24 വയസ്സിൽ എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് കൊച്ചു ത്രേസ്യ മരിച്ചു. 10ാം പിയൂസ് മാർപ്പാപ്പ 1925 കൊച്ചു ത്രേസ്യയെ വിശുദ്ധയായി അഖില ലോക മിഷണറിയായി പ്രഖ്യാപിച്ചു. വിശുദ്ധയുടെ ആത്മകഥയാണ് സ്റ്റോറി ഓഫ് എ സോൾ. ഒക്ടോബർ 1 സഭ വിശുദ്ധയെ ആദരിക്കുന്നു. വിശുദ്ധ കൊച്ചു ത്രേസ്യ നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്: ദൈവത്തെ എല്ലാത്തിനും വലുതായി സ്നേഹിക്കുക, ചെറിയ കാര്യങ്ങളിലും വിശ്വസ്തത കാണിക്കുക, എല്ലാവരെയും സ്നേഹിക്കുക, അനുസരിക്കുക, തെറ്റ് ചെയ്ത മാപ്പ് ചോദിക്കുക, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ നല്ല ഈശോയെ, വിശുദ്ധ കൊച്ചു ത്രേസ്യ നിന്നെ സ്നേഹിച്ചതുപോലെ ഞങ്ങളെ നിന്നെ സ്നേഹിച്ച് നിന്റെ പ്രിയ മക്കളായി ജീവിക്കുവാനും അവസാന സ്വർഗത്തിൽ എത്തുവാനും ഉള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കുന്നു.